ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീലയോട് പറയാണ്, ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇന്ദ്രേട്ടന് ഉണ്ടാക്കിയതാണ്, അപ്പോൾ ഈ വീട്ടിലുള്ളത് മുഴുവൻ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയാൻ കേട്ടോ. വീട് മാത്രമല്ല വീട്ടിലുള്ളതും എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന സുശീലയുടെ കിളി പോയി തുടങ്ങുകയാണ്. എൻ്റെ മക്കൾ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ താൻ അകന്ന് അവിടെ ഒറ്റപ്പെട്ടു പോകുന്നതെന്ന് സുശീലക്ക് അറിയാം കേട്ടോ. അങ്ങനെ സുശീല പിന്നീട് പറയാണ്, അതിനിപ്പോൾ നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്ദ്രേട്ടൻ ഉണ്ടാക്കിയതാണ് ഇത്, അതുകൊണ്ട് അവനുണ്ടാക്കണമല്ലോ. അവനെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അവൻ്റെ അമ്മ അവനെ വേണ്ടെന്ന് വെച്ചപ്പോൾ ഞാനല്ലേ അവനെ വളർത്തിയത്, ഇന്ന് ഈ നിലയിലാക്കിയതും അവന് ഉപ്പും ചോറും കൊടുത്തതും ഒക്കെ ഞാനല്ലേ. പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ ഇവർക്ക്. അങ്ങനെ വളർത്ത് വലുതാക്കിയവൻ ഇന്ന് കണ്ടില്ല എന്നോട് കാണിച്ചതെന്ന് പറയുമ്പോൾ ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല സോനെ. ഞങ്ങളുടെ പണി നോക്കട്ടെ. പെട്ടെന്ന് ഇന്ദ്രേട്ടനെ നമ്മളിൽ നിന്ന് അകറ്റി കൊണ്ടുപോകാതെ അടുപ്പിച്ച് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു വഴി നോക്കട്ടെ എന്ന് പറയും കേട്ടോ. അങ്ങനെ അതിനുള്ള വഴി നോക്കുവാൻ വേണ്ടി ഇവർ ഓരോ പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കി അവിടെ നിന്ന് പോകുമ്പോൾ സുശീല പറയുന്നത്, അവിടെ നിൽക്ക്, നിങ്ങൾക്കിപ്പോൾ എന്താ ആവശ്യം? ഇന്ദ്രനും വിച്ചുമോനും അനുവും ഇവിടെ അടങ്ങുന്ന ഒരു കുടുംബമായി മാറണം. അതെ, എന്നാൽ ഞാൻ തന്നെ അതിന് വഴി കണ്ടെത്തിക്കോളാം. അതെങ്ങനെ? അതൊന്നും നിങ്ങൾ അറിയണ്ട എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവരൊക്കെ സന്തോഷത്തോടു കൂടി ഇവർ പിരിഞ്ഞു പോവുകയാണ്. പിന്നീടാണെങ്കിലും കാണിക്കുന്നത് സുശീലയാണ്. സുശീല ഇന്ദ്രൻ്റെ വീട്ടിലോട്ട് പോവാണ്. ആ സമയം ഇന്ദ്രനാണെങ്കിലും അനു ഞാൻ പോട്ടെ, ഞാൻ കടയിൽ നിന്ന് നേരത്തെ വരാൻ പറ്റുമെന്ന് നോക്കട്ടെ, എന്നാലും ഞാൻ ഇറങ്ങുന്ന വഴിക്ക് ഭാനുമ്മയെ കാണുകയാണ്. അപ്പോൾ ഭാനുമ്മയോട് ചോദിക്കുകയാണ്, ഭാനുമ്മേ എന്തെങ്കിലും കൊണ്ടുവരണോ? വേണ്ട മോനെ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ തൻ്റെ മുന്നിൽ ആ ഓട്ടോ വന്ന് നിൽക്കുന്നു സുശീലയാണ് കേട്ടോ. സുശീലയെ കാണുന്ന ഇന്ദ്രന് മൊത്തത്തിൽ കിളി പോവുകയാണ്, ദേഷ്യം പിടിക്കുകയാണ്, സഹിക്കാൻ കഴിയുന്നില്ല. അത്രയും വലിയ ദേഷ്യത്തോടു കൂടി ഇന്ദ്രങ്ങനെ നിൽക്കണം. അപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഇന്ദ്രൻ്റെ മുന്നിലോട്ട് സുശീല വരുമ്പോൾ ഉടൻ തന്നെ അനുപമ കയറും, അമ്മേ എടി ഇതുവരെ വന്നത് നിൻ്റെ ഈ പറച്ചിൽ കൊണ്ടല്ല, ഇങ്ങോട്ട് വരാൻ അറിയെങ്കിൽ എനിക്ക് കയറാനും അറിയാമെന്ന് പറയും കേട്ടോ. അങ്ങനെ ഇന്ദ്രനെ അങ്ങനെ ദേഷ്യത്തോടു കൂടി സുശീലയെ നോക്കുകയാണ്. എടാ നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത്? ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നീ ഒളിച്ചോടുകയാണോ? നിന്നെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് നിന്നെ എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ അന്ന് ഞാനാണ് നിന്നെ നോക്കാനുണ്ടായത്, അല്ലാതെ വേറെ ആരുമില്ല. ഞാനാണ് നിന്നെ നോക്കിയതും ഇന്ന് ഈ ലെവലിലോട്ട് എത്തിച്ചതും നിന്നെ ഇന്ന് ഈ അവസ്ഥയിലാക്കിയതും. എന്നിട്ട് നീ എന്നെ മറന്നിട്ട് അമ്മയെ നോക്കാനുള്ള ഉത്തരവാദിത്തങ്ങളില്ലാതെ നീ ഒളിച്ചോടാനുള്ള പരിപാടിയാണോ? അത് കേട്ട ഉടൻ തന്നെ പറയണം, അതിന് ഞാൻ ഒളിച്ചോടിയിട്ടില്ലല്ലോ എന്ന് സുശീല പറയണം. അമ്മക്കുള്ള ചെലവിന് മാസം ചെലവിനുള്ള പൈസ ഒക്കെ ഞാൻ അയച്ചു തരാമെന്ന് ഇന്ദ്രൻ തിരിച്ചു പറയണം കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ആർക്ക് വേണടാ നിന്റെ മാസമുള്ള ചെലവ്? അത് നിന്റെ ഭാര്യയ്ക്ക് കൊടുത്താളെ എന്ന് പറഞ്ഞിട്ട് നിന്റെ കുട്ടികൾക്ക് കൊടുത്താളെ എന്ന് പറഞ്ഞിട്ട് സുശീല അകത്തോട്ട് കയറാണ്. അപ്പം എന്താ നിങ്ങളുടെ ആവശ്യം എന്ന് ഇന്ദ്രൻ ചോദിക്കണം. എൻ്റെ ആവശ്യം നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലോട്ട് വരണം. അത് കേൾക്കുന്നതിനോടുകൂടി അനുപമ ഇന്ന് കിടുങ്ങി കിട്ടോ. കൂടെ തന്നെ ഈ പറയുന്ന ഭാനുമ്മേ, എന്താ സുശീല നീ പറയുന്നത്? നീ തന്നെയല്ലേ അവനെ ഇറക്കി വിട്ടത്? അതെ, ഞാനൊരു കാര്യം പറയാം ഭാനുമ്മേ, ഇവനെ ഇന്ന് വളർത്തിയത് ഞാനാണ്. ഇവനെ ഞാൻ പെരുവഴിയിലോട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. ഇവനെ ഞാൻ ആർക്കും കൊത്തിവലിക്കാൻ ഇട്ടുകൊടുത്തിട്ടില്ല. കഷ്ടപ്പെട്ടാണ് ഇവൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരുത്തന്നെ ഇറങ്ങിപ്പോയപ്പോൾ 3 പേരെയും ഞാൻ നോക്കിയുണ്ടാക്കിയത്. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ നോക്കിയുണ്ടാക്കിയതെന്ന് ഇവന് നന്നായി അറിയാം. അത്രയും കഷ്ടപ്പെട്ട് ഇവനെ നോക്കിയുണ്ടാക്കിയിട്ട് ഇവൻ്റെ പണി നോക്കി പോകാനൊന്നും ഇനി പറ്റത്തില്ല. മരിക്കും വരെ ഇവന് എന്നെ നോക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഇവനെ പെറ്റമ്മ വന്നാലും പോലും ഇവന് എന്നെ നോക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സുശീല സംസാരം തുടരുകയാണ് കേട്ടോ. ഈ സമയം ഇന്ദ്രനെ ഒന്നും മിണ്ടാൻ കഴിയില്ല. ഇന്ദ്രനെ അകത്തോട്ട് കയറി പോവാണ്. ഇതേസമയം അനുപമ കൂടെ പോവാണ്. എന്താ സുശീല നിന്റെ പ്രശ്നം? അല്ല ഭാനുമ്മേ, എന്താ ഇവിടുത്തെ വിശേഷം? അതൊക്കെ പറയുമ്പോൾ കേൾക്കാനുള്ള ആ മാനസികാവസ്ഥ ഭാനുമ്മയ്ക്കും ഇല്ല കേട്ടോ. അങ്ങനെ ഭാനുമ്മയെ അകത്തോട്ട് പോവാണ്. എനിക്കെന്ത് വിശേഷം, എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമ്മ അവിടെ നിന്ന് പോവാണ്. ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് അനുപമ പറയാണ്, ഇന്ദ്രേട്ടാ ഞാനൊരു കാര്യം പറയാം, ഇതിനൊക്കെ ഒരു പരിഹാരം വരണമെങ്കിൽ ഒരൊറ്റ മാർഗമുള്ളൂ. അതെന്ത് മാർഗം? തൽക്കാലം ഞാൻ ഈ വീട് വിട്ടങ്ങ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിക്കോളാം. എന്നിട്ട് ഇന്ദ്രേട്ടൻ്റെ അമ്മയുടെ കൂടെ താമസിച്ചു, അതായിരിക്കും നല്ലത്. അനു, ഇതുവരെ ഞാൻ പലതും സഹിച്ചു, ഇനി സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഉടൻ തന്നെ, അല്ല ഇന്ദ്രേട്ടനെ വളർത്തി വലുതാക്കിയ അമ്മയല്ലേ, അവരെ ഉപേക്ഷിക്കാൻ ഇന്ദ്രേട്ടന് കഴിയില്ലല്ലോ. അതെ, അവരെന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതന്നെ, അതൊക്കെ ഞാൻ പറയുന്നു. അവരെ ഉപേക്ഷിക്കാനും എനിക്ക് കഴിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എപ്പോഴും അവരെ തള്ളി പറയാനും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, എന്ന് വെച്ച് നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. നീ എൻ്റെ ഭാര്യയാണ്, നീയും എൻ്റെ മകനും എൻ്റെ കൂടെയാണ് വേണ്ടത്. അതുകൊണ്ട് എന്നൊക്കെ പറയാണ്. നീ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരം സംസാരിക്കാതെ എന്ന് പറയണം.
അപ്പോൾ ഭാനുമ്മ ചോദിക്കുകയാണ് സുശീല ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് സുശീല ഇങ്ങനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണ് കേട്ടോ അനന്തമാഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അനന്തമാഷിൻ്റെ കണ്ടുകൊടുന്നൊരു സുശീലക്ക് ഓ ഇങ്ങേര് ഇപ്പോഴും ഇങ്ങോട്ടുള്ള വരവുണ്ടോ, ഈ ഈ മനുഷ്യനാണ് എൻ്റെ മകനെ ഇങ്ങനെ ആക്കി തീർത്തതെന്ന് പറയട്ടെ. അത് കേൾക്കുന്ന ഭാനുമ്മ പറയണത് ഇതേ വായിൽ തോന്നിയത് വിളിച്ച് പറയരുത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അനന്തമാഷ് അത് കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനന്തമാഷ് കയറി വന്ന പാട് ഉടൻ തന്നെ ഭാനുമ്മ ചോദിക്കുകയാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വിവരമൊന്നും പറഞ്ഞത് കേട്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേട്ടോടെ തന്നെ പറയണം ഇന്ന് ഞാൻ അനുമോളോട് പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്കിതുവരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നു. എവിടെ എൻ്റെ മക്കൾ അകത്തുണ്ട്, ഇന്ദ്രനും അനു എവിടെയെന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി ദേഷ്യം പിടിക്കുകയാണ് സുശീലക്ക്. അങ്ങനെ സുശീല അങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നതിനോട് കൂടി ഉടൻ തന്നെ അനന്തമാഷ് ഉള്ളിലേക്ക് കയറുമെന്ന് കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് എന്നെ കണ്ട സംസാരം നിർത്തുന്ന ആ സ്വഭാവമായോ? അതെ, നിങ്ങളെ കണ്ടാൽ ഇനി സംസാരിക്കണം എന്ന് എനിക്കില്ല. കാരണം നിങ്ങൾ ഇന്ദ്രൻ്റെ അമ്മയാണെന്ന് കരുതിയാണ്, എൻ്റെ അനുമോളുടെ അമ്മായിമ്മയാണെന്ന് കരുതി പലതും ഞാൻ സഹിച്ചു ക്ഷമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ സ്ഥാനമാനങ്ങൾ തരണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന സുശീലൊക്കെ ഒന്നും മിണ്ടാനില്ല. താൻ അപ്പോഴത്തെ ആ മാനസികാവസ്ഥയിൽ എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയാത്ത ആ ഒരു ഇതായി പോവാണ് കേട്ടോ. ഓഹോ, അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അതെ, നിന്നോട് സംസാരിക്കണമെന്നില്ല. നീ പല പ്രവൃത്തികളും പല ക്രൂരതകളും ചെയ്തിട്ടും ഞാൻ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നീ ഇന്ദ്രൻ്റെ അമ്മയാണെന്ന് കരുതിയും എൻ്റെ അനുമോളുടെ അമ്മായിമ്മയാണെന്ന് കരുതി. ഇനി നിൻ്റെ ഓരോ പ്രവൃത്തിക്ക് കൂട്ടു നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഇന്ദ്രൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്ര ഇവർ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിക്കണം. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയാണ് ഞാൻ എന്തായാലും അമ്മ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ അനന്തമാഷ് പറയണേ ഇനി പഴയതുപോലെ നിനക്കങ്ങനെ തീരുമാനമൊന്നും എടുക്കാൻ പറ്റത്തില്ല ഇന്ദ്ര, കാരണം എൻ്റെ മകളെ ഉപേക്ഷിച്ച് പോകാനും എൻ്റെ മകളെ ബാധിക്കുന്ന കാര്യങ്ങളുമാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ സമയം ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ ഞാൻ അങ്ങോട്ടേക്ക് താമസം മാറിക്കോളാം അച്ഛാ, അവിടെ താമസിച്ചോളാം. ഇന്ദ്രൻ നീ സംസാരിക്കുമ്പോൾ ഒന്ന് നോക്കിക്കൊണ്ട് സംസാരിക്കുക. ഇനി ഇതിൻ്റെ പേരിൽ ഓരോ പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇന്ദ്രൻ പറയണേ ഞാൻ ആലോചിച്ച് തന്നെയാണ് അച്ഛാ സംസാരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അനന്തമാഷ് അവിടെ നിന്ന് പോവാണ്. പിന്നീട് സുശീലക്ക് സന്തോഷമാവാണ്. ഭാനുമ്മ ഞെട്ടിപ്പോവാണ്. ഇന്ദ്രൻ വീണ്ടും അങ്ങോട്ടേക്ക് പോവാന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ ഭാനുമ്മയും നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയമാണെങ്കിലോ താനിനി എന്തുത്തരമാണ് ഇവിടെ പറയേണ്ടതെന്നറിയാതെ ഇപ്പുറത്ത് അനന്തമാഷ് നിൽക്കുകയാണ്. കാരണം വരാനിരിക്കുന്ന അനന്തമാഷ് നന്നായി അറിയാം. പിന്നീട് വിനയനെയാണ് കാണിക്കുന്നത്. വിനയൻ്റെ കടയുടെ ബോർഡൊക്കെ ഇങ്ങനെ എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഹായ് നല്ല ബോർഡാണല്ലോ, നല്ല രസമുണ്ടല്ലോ, അടിപൊളി ഫ്ലക്സ് ആണല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ലതയുണ്ടല്ലോ, അവളാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് തൻ്റെ ഭർത്താവ് ഇങ്ങനെ സുഖമില്ലാതിരിക്കുന്നത്, തൻ്റെ ഭർത്താവിന് ഒരു ജോലി കിട്ടുന്ന പ്രതീക്ഷയോട് കൂടി ലത ഓടി വരികയാണ്. എന്നിട്ട് ലത പറയാണ് എന്തായാലും പിന്നെ വിനയാനിൻ്റെ കട ഫ്ലക്സൊക്കെ അടിപൊളിയാണ്, ഇപ്പം അടുത്ത ഉദ്ഘാടനം ഉണ്ടാവില്ലേ, എന്നാൽ കടയുടെ ഉദ്ഘാടനം അതൊക്കെ എൻ്റെ അച്ഛനാണ് തീരുമാനിക്കുന്നത്. എൻ്റെ അച്ഛനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനന്തമാഷിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനന്തമാഷാണ് ഒരു ഡേറ്റ് കുറിക്കുന്നത്, കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങേരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങേര് പറയുമ്പോൾ ഞാൻ ഉദ്ഘാടനം നടത്തുമെന്നൊക്കെ പറയണം കേട്ടോ. ആ സമയം ലത പറയാണ് എൻ്റെ ഭർത്താവിന് ജോലി ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അപ്പോൾ ഈ സമയം ലതികയൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ കൊടുക്കുന്ന പ്രതീക്ഷയാണ്. എന്താ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? നിങ്ങൾ ആ വായിൽ തോന്നിയത് ഓരോന്നും വിളിച്ച് പറയരുത്. കാരണം ഞാനൊരു കട പോലും തുടങ്ങിയിട്ടില്ല. കട തുടങ്ങി ഞാനൊന്ന് സെറ്റപ്പ് ആയതിന് ശേഷമല്ലേ നിങ്ങളെ ഭർത്താവിന് അവിടെ ജോലിയൊക്കെ കൊടുക്കുക. ഇത് കട ഒന്നും തുടങ്ങാതെ നിങ്ങളുടെ ഭർത്താവിന് ഞാനെങ്ങനെ ജോലി കൊടുക്കാനാന്ന് പറയട്ടെ. അതിനിടയ്ക്ക് ലത ചായയൊക്കെ വിനയന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനി വിനയൻ്റെ സ്വഭാവം മാറുകയാണെന്ന് ലത മനസ്സിലാക്കുമ്പോൾ സത്യങ്ങൾ വിളിച്ചു പറയാതെ ഒരിക്കലും ലത ഇരിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.